ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നലെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടീസ് ഒരെണ്ണം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ടീസിനകത്ത് വേക്കൻസി കൂട്ടുന്നതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ബാക്കി ചില അപ്ഡേറ്റ്സും അതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് പറയാനുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നലെ വന്നിട്ടുള്ള നോട്ടീസാണിത്. ഈ നോട്ടീസിനകത്ത് ഒരു വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ത് ചെയ്യുന്നു, വേക്കൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. എവിടെയൊക്കെയാണ് വേക്കൻസി ഇൻക്രീസ് ചെയ്യുന്നത്? രണ്ട് RRBകളുടെ പേരാണ് അവർ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് RRB ജമ്മു ശ്രീനഗർ, മറ്റൊന്ന് ICF ആൻഡ് ചെന്നൈ അണ്ടർ RRB ചെന്നൈ. RRB ചെന്നൈക്കകത്തും RRB ജമ്മുവിനകത്തുമാണ് എന്ത് ചെയ്യുന്നത്, വേക്കൻസി മോഡിഫൈ ചെയ്യുന്നത്. ഈ മോഡിഫൈ ചെയ്ത വേക്കൻസി അനക്ഷർ ബി, നമ്മുടെ ഒറിജിനൽ നോട്ടിഫിക്കേഷൻ അനക്ഷർ ബിയിൽ എന്ത് ചെയ്യും, പിന്നീട് കൂട്ടിച്ചേർക്കുന്നതായിരിക്കും. ഇതിൽ ബാക്കി എല്ലാ കണ്ടീഷൻസും, ബാക്കി ക്വാളിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ കണ്ടീഷൻസും മുന്നേ ഉണ്ടായിരുന്ന നോട്ടിഫിക്കേഷനിലെ പ്രകാരം തന്നെയായിരിക്കും. ഇറ്റ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ് എന്ന് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. അതായത് പ്രായപരിധിയിലോ വിദ്യാഭ്യാസ യോഗ്യതയിലോ മറ്റു കാര്യങ്ങളിലൊന്നും തന്നെ മാറ്റം വരുന്നില്ല. അഡീഷണൽ ആയിട്ട് കുറച്ച് വേക്കൻസീസ് ആഡ് ചെയ്യുന്നു. അതെവിടെയാണ്? ജമ്മു ആൻഡ് കശ്മീരിലെ അല്ലെങ്കിൽ ജമ്മു ശ്രീനഗർ RRBയിലും അതുപോലെ തന്നെ RRB ചെന്നൈയിലുമാണ് അധികമായിട്ടുള്ള ഈ വേക്കൻസീസ് ആഡ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ വേക്കൻസി കൂട്ടുന്നതിൽ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഓഫ് കോഴ്സ് ഒഴിവുകൾ കൂടും. പക്ഷെ ഒഴിവുകൾ നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഈ താരതമ്യേന കാര്യമായിട്ടുള്ളൊരു മാറ്റമൊന്നും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്നിരുന്നാലും നമുക്ക് മറ്റ് ഒന്ന് രണ്ട് അഡ്വാൻറ്റേജുകൾ ഇവിടെ ഉണ്ട്. എന്താണത്? ഈ 3-4 പോയിന്റുകൾ. Candidates who have already applied can modify their option for chosen RRB and their preference of post or zonal railways production unit within the opted RRB without any modification fee. സാധാരണഗതിയിൽ ഒരു RRB ഒരു നോട്ടിഫിക്കേഷൻ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ എക്സാമിന് അപ്ലൈ ചെയ്താൽ, ആ പർട്ടിക്കുലർ നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് RRBയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത്, ആ അപ്ലൈ ചെയ്ത RRB നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ പല കുട്ടികളും സോണിൻ്റെയും അതുപോലെ തന്നെ പോസ്റ്റിൻ്റെയും വീഡിയോസ് കാണാതെ വ്യക്തമായിട്ട് ധാരണയില്ലാതെ വേക്കൻസി ചാർട്ടിനെ പറ്റിയിട്ടോ എത്രയാണ് നിങ്ങൾക്ക് ഒഴിവുകളുള്ളത്, സാധ്യത എന്താണെന്ന് അറിയാതെ എന്ത് ചെയ്യുന്നു, പല RRBകളും നിങ്ങൾ റോങ് ആയിട്ടുള്ള ചോയ്സുകൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഏതെങ്കിലും ഒരു RRBയിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സുവർണ്ണ അവസരമാണ്. എന്താണ് അവസരം? നിങ്ങളുടെ അപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഏത് RRBയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് മോഡിഫൈ ചെയ്യാനായിട്ട് ഒരു വിൻഡോ നിങ്ങൾക്ക് കിട്ടും. ആ ടൈം ഫ്രെയിമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ അപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾ കൊടുത്തിട്ടുള്ള പോസ്റ്റ് പ്രിഫറൻസ് കംപ്ലീറ്റും മോഡിഫൈ ചെയ്യാവുന്നതാണ്. ഇനി 4ാമത്തെ പോയിന്റിലും എന്ത് തന്നെയാണ് പറയുന്നത്, ഈ സെയിം സംഭവം തന്നെയാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ആക്ടിവേറ്റ് ആവുന്നത് 25/11/2025 മുതൽ. എന്ന് പറഞ്ഞാൽ നവംബർ 25 മുതലായിരിക്കും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മോഡിഫിക്കേഷൻ നിങ്ങൾക്ക് നടത്താനായിട്ട് സാധിക്കുക. അതിന് സെപ്പറേറ്റ് ഫീ അവർ ഈടാക്കുന്നില്ല. സാധാരണഗതിയിൽ RRBയുടെ ഒരു അപ്ലിക്കേഷനിൽ കറക്ഷൻ വരുത്തുന്നുണ്ടെങ്കിൽ ഒരു കറക്ഷൻ 250 രൂപ വെച്ചിട്ട് അവർ ഈടാക്കുന്നതാണ്. അപ്പോൾ ഈ വേക്കൻസി കൂടിയത് RRB ചെന്നൈയിലും RRB ജമ്മുവിലുമാണ്. അത്തരത്തിലൊരു വേക്കൻസി അധികമായതുകൊണ്ട് അല്ലെങ്കിൽ അധിക ഒരു വർധന ഉണ്ടായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, കൂടുതൽ കുട്ടികൾക്ക് അവരുടെ ഈ പോസ്റ്റ് പ്രിഫറൻസ് മാറ്റാനോ ഈവൺ അവരുടെ RRB മാറ്റണമെന്ന് തോന്നിയാൽ അത് മാറ്റാനോ ഉള്ളൊരു അവസരം കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? RRBക്ക് ഉണ്ട്. അപ്പോൾ അത് പ്രമാണിച്ച് അവർ എന്ത് ചെയ്യുന്നു, 10 ദിവസത്തേക്ക് അപ്ലിക്കേഷൻ വിൻഡോ കൂടുതൽ ഓപ്പൺ ആക്കി വെക്കുന്നു. ഡിസംബർ 10-ാം തീയതി വരെ നിങ്ങൾക്ക് ഇനി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുവരെയും അപ്ലൈ ചെയ്യാത്ത കുട്ടികൾക്ക് ഈ ഡിസംബർ 10-ാം തീയതി വരെ സമയമുണ്ട്. ഓൾറെഡി അപ്ലൈ ചെയ്ത ആളുകൾക്ക് നിങ്ങൾക്കൊന്ന് എന്ത് ചെയ്യാം, നിങ്ങളുടെ ചോയ്സിനെ ഒന്ന് വിചിന്തനം നടത്താനുള്ള ഒരു അവസരം കൂടെ ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യങ്ങൾ, അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടെ ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. ഒറിജിനൽ നോട്ടിഫിക്കേഷനിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. RRB ചെന്നൈക്കകത്തും അതുപോലെ തന്നെ RRB ജമ്മു ശ്രീനഗറിനകത്തുമാണ് ഈ പറയുന്ന വേക്കൻസീസ് എൻഹാൻസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ ചോസൺ RRBയും അതുപോലെ തന്നെ നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസും. ക്ലോസിംഗ് ഡേറ്റ് 10/12/2025 വരെയും അധികമായിട്ട് 10 ദിവസത്തെ ഒരു വർധനവ്, 10 ദിവസം വരെ എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു നോട്ടീസ് ഇപ്പം നിലവിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ RRBയിലും ചിലപ്പോൾ നോക്കിയാൽ കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് RRB ഗുവാഹട്ടിയുടെ സൈറ്റ് എടുത്ത് നോക്കാം, അല്ലെങ്കിൽ ചണ്ഡീഗഡിൻ്റെ സൈറ്റ് എടുത്ത് നോക്കാം. അവിടെയെല്ലാം സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് 05/2025 ചേർന്ന് തന്നെ ഇത്തരത്തിലൊരു ഞാൻ ഈ പറഞ്ഞ പോലെ ഉള്ള ഒരു നോട്ടീസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 2 RRBസിലാണ് നിലവിൽ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്? RRB ചെന്നൈയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. RRB ചെന്നൈയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം.
ഇതിന് മുന്നേ RRB ചെന്നൈയുടെ വ്യക്തമായിട്ടുള്ള വേക്കൻസി ചാർട്ട് കാണാത്ത കുട്ടികൾ ഇതൊരു അവസരമായിട്ട് കണക്ക് കൂട്ടുക. ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അനാലിസിസ് മനസ്സിലാക്കിയതിന് ശേഷം ഈ പറയുന്ന ജൂനിയർ എഞ്ചിനീയർ എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. RRB ചെന്നൈ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിന് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ RRB ചെന്നൈയും RRB ട്രിവാൻഡ്രവും അതുപോലെ തന്നെ RRB കൊൽക്കട്ടയും കാണിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ 5 RRBസിന്റെ ഡീറ്റെയിൽ അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു വെബിനാർ നമ്മൾ ചെയ്തിട്ടുണ്ട്. പോസ്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതിനുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങളെ പാകപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടി ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കുട്ടികൾ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ മേൽപ്പറഞ്ഞ വീഡിയോസ് എല്ലാം കണ്ട് എന്താണ് ഈ എക്സാം എന്നുള്ളതും എങ്ങനെ ഈ എക്സാമിനെ സമീപിക്കണം എന്നുള്ളതും ഏത് RRB സെലക്ട് ചെയ്യണം എന്നുള്ളതും RRB സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതും എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഓൾറെഡി അറിയാവുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ചാർട്ട് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. RRB ചെന്നൈയുടെ ആദ്യം കൊടുത്തിരിക്കുന്ന ഇലക്ട്രിക്കലിന്റെ പോസ്റ്റുകളാണ് ഈ കാണുന്നത്. ഇലക്ട്രിക്കലിന്റെ പോസ്റ്റുകളാണ് ഇവിടെ ഇപ്പൊ ഈ കൊടുത്തിട്ടുള്ള ഇലക്ട്രിക്കലിന്റെ പോസ്റ്റുകളാണ് 1 മുതൽ 5 വരെ. ഇതിൽ പച്ച കളറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സംഭവം മാത്രമാണ് അധികമായിട്ട് ഇത്തവണ വന്നിട്ടുള്ള വേക്കൻസി. അത് എത്രയാണ്? 3 വേക്കൻസിയാണ് അധികമായിട്ട് വന്നിട്ടുള്ളത്. ICFൽ കോച്ച് ഫാക്ടറിയിലാണ് 3 വേക്കൻസി അധികമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ബാക്കി എല്ലാം മുന്നത്തെ പോലെ തന്നെ ഇരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നതാണ് സിവിലുകാർക്കുള്ള വേക്കൻസി. സിവിലുകാരുടെ വേക്കൻസിയിൽ കാര്യമായിട്ടുള്ള വർധനവൊന്നും ഇല്ല. സിവിലുകാർക്ക് പ്രത്യേകിച്ചുള്ള വേക്കൻസീസ് ഒന്നും കൂടിയിട്ടില്ല. ഇനി മെക്കാനിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം 2 ഒഴിവുകൾ കൂടിയിട്ടുണ്ട്, 2 പോസ്റ്റുകൾ കൂടിയിട്ടുണ്ട്. 2 ICFലേക്കുള്ള 12, 16 തുടങ്ങിയ 2 കാറ്റഗറി നമ്പർ ICFലേക്ക് അധിക വേക്കൻസി കൊടുത്തിട്ടുണ്ട്. ഇവിടെയും 3, ഇവിടെയും 3. അങ്ങനെ ഓൾ ടുഗദർ 9 വേക്കൻസിയാണ് RRB ചെന്നൈയിൽ വന്നിട്ടുള്ളത്. 160 ഉണ്ടായിരുന്നത് 169 ഒഴിവുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഇനി SNTക്കാർക്ക് മാറ്റമില്ല. DMSനും വേക്കൻസിയിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഈ കളർ കോഡ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ടാണ് ഞാൻ കളർ കോഡ് കൊടുത്തിരിക്കുന്നത്. പച്ച കളർ എന്ന് പറയുന്നത് C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് അങ്ങേറ്റം റിലാക്സ്ഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അതായത് JEE എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൽ അങ്ങേറ്റം റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് C1. ഈ യെല്ലോയിഷ് കളർ കൊടുത്തിരിക്കുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. താരതമ്യേന C1 അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഹയർ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. എന്നാൽ A3 അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ലോവർ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് യെല്ലോ കളറിൽ നിൽക്കുന്നത്. ചുവപ്പ് കളറിൽ കൊടുത്തിരിക്കുന്നത് A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ ഏറ്റവും ഹയസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ജൂനിയർ എഞ്ചിനീയർ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഹയസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. A2 ഉണ്ട്, A1 ഉണ്ട്. A2 ആണ് സ്റ്റേഷൻ മാസ്റ്റർ, അതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജർ തുടങ്ങിയ പോസ്റ്റുകൾക്കുള്ളത്. A1 ആണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിനുള്ളത്. അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേറെ കൂടിയിട്ടുള്ള പോസ്റ്റുകളുണ്ട്. പക്ഷേ JEE ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 26 പോസ്റ്റുകളിൽ ഏറ്റവും ഉയർന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് A3 ആണ്. ഏറ്റവും കുറഞ്ഞ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് C1 ആണ്. B1 എന്ന് പറയുന്നത് അതിന്റെ ഇന്റർമീഡിയറ്റിൽ നിൽക്കുന്നതാണ്. ഓക്കെ, ആ കളർ കോഡ് വെച്ചിട്ടാണ് ചെന്നൈ RRBയിലെ ഈ പറയുന്ന എല്ലാ പോസ്റ്റുകളെയും ഞാൻ കളർ കോഡ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഇലക്ട്രിക്കലുകാർക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന 5 പോസ്റ്റുകളാണ്, 5 കാറ്റഗറി നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസിയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, ടോട്ടൽ വേക്കൻസിയാണ് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താഴെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള 2 പോസ്റ്റുകളാണ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള പോസ്റ്റുകൾ സിവിലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സിവിലുകാർ മാത്രമായിരിക്കും ഇവിടെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. വേറെ ആരും ഈ പോസ്റ്റുകൾക്ക് എലിജിബിൾ അല്ല. എന്നാൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കൊടുത്തിട്ടുള്ള കാറ്റഗറി നമ്പർ 1 മുതൽ 5 വരെയുള്ള ഈ പോസ്റ്റുകളിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാം, 1 മുതൽ 5 വരെ കാണുന്ന ഈ വേക്കൻസീസിന് അപ്ലൈ ചെയ്യാം. ഈ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള പോസ്റ്റുകളാണ് നമ്മളിവിടെ കാണുന്നത്. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നത് 11 മുതൽ 20 വരെയുള്ള കാറ്റഗറി നമ്പേഴ്സ് ആണ്. അതിലെ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസീസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു പോസ്റ്റിലും A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നില്ല. B1ഉം C1ഉം മാത്രമാണ് കാണുന്നത്. ഇതിൽ 18ാമത്തെ പോസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിപ്ലോമയുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് അല്ല, അല്ലെങ്കിൽ മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. 18ാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് CMAക്കാർ, അതായത് BSc ഫിസിക്സും കെമിസ്ട്രി എല്ലാം കൈവശമുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. ബാക്കിയുള്ളതെല്ലാം തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. മെക്കാനിക്കൽ മാത്രമല്ല, ഈ പോസ്റ്റുകൾ ആർക്കും കൂടെ എലിജിബിൾ ആണ്. ഇലക്ട്രിക്കലുകാർക്ക് എലിജിബിൾ ആണ്, ECക്കാർക്ക് എലിജിബിൾ ആണ്, മെക്കാനിക്കലുകാർക്കും ഈ പോസ്റ്റുകൾ എലിജിബിൾ ആണ്. ഇപ്പുറത്ത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ പോസ്റ്റുകൾ ആർക്ക് എലിജിബിൾ ആണ്,
ട്രിപ്പിളിക്കാർക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുകാർക്ക്, EC-കാർക്ക്, മെക്കാനിക്കലുകാർക്ക് എലിജിബിൾ ആണ്. ഈ കാണിച്ചിരിക്കുന്നത് സിവിലുകാർക്കാണ് എലിജിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഈ കാണുന്ന 2 പോസ്റ്റുകൾ സിവിലുകാർക്കാണ് എലിജിബിൾ ആയിട്ടുള്ളത്. ഈ കാണുന്ന പോസ്റ്റുകളെല്ലാം തന്നെ ആർക്ക് എലിജിബിൾ ആണ്? നമ്മുടെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സുകാർക്ക് എലിജിബിൾ ആണ്. ഇനി SNT എന്ന് പറയുന്നത് ആർക്കാണ് എലിജിബിൾ ആയിട്ട് വരുന്നത്? ഇത് ബേസിക്കലി ട്രിപ്പിളിക്കാർക്കും EC-കാർക്കും എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റാണ്. സ്റ്റോർസ് അല്ലെങ്കിൽ 26ാമത്തെ ഈ കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഓൾ ഡിപ്ലോമ ഹോൾഡേഴ്സ്, എല്ലാ ഡിപ്ലോമക്കാർക്കും എലിജിബിൾ ആണ്. ഓൾ ഡിപ്ലോമ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3 ഇയർ ഡിപ്ലോമയുടെ കേസാണ്. ഞാനിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നോട്ടിഫിക്കേഷനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് 3 ഇയർ ഡിപ്ലോമയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3 ഇയർ ഡിപ്ലോമ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. 3 ഇയർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി. നിങ്ങൾ 2 കൊല്ലമാണോ ഡിപ്ലോമ പഠിച്ചത്, 1 കൊല്ലമാണോ ഡിപ്ലോമ പഠിച്ചതെന്നുള്ളതല്ല. നിങ്ങൾ പഠിച്ചിറങ്ങുന്ന നിങ്ങളുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിൽ 3 ഇയർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കളർ കോഡ് പ്രകാരമുള്ള കാറ്റഗറി നമ്പേഴ്സും അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, സബ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണെന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാരാമീറ്ററിനകത്ത് ഞാൻ കാറ്റഗറീസ് ആണ് കൊടുത്തിരിക്കുന്നത്. പച്ച കളറിൽ കൊടുത്തിരിക്കുന്ന പോസ്റ്റുകളെല്ലാം തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കോ, ഡിസൈനിങ്ങിലേക്കോ, ഡ്രോയിങ്ങിലേക്കോ, വർക്ക്ഷോപ്പിലേക്കോ ഉള്ളതാണ്. അപ്പോൾ ഈ പച്ച കളറിലുള്ളതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇത് ഓഫീസ് നേച്ചർ ഉള്ളതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ജോലിയുടെ സ്വഭാവമാണ് ഞാൻ പറയുന്നത്. ഓഫീസ് നേച്ചർ സ്വഭാവമുള്ളവയായിരിക്കും, അല്ലെങ്കിൽ ഷിഫ്റ്റ് ഡ്യൂട്ടി ആയിരിക്കും. ഷിഫ്റ്റ് ഡ്യൂട്ടിയും അവൈലബിൾ ആണ്. അപ്പോൾ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഓഫീസ് നേച്ചർ അല്ല ഒബ്വിയസ്ലി. ഡിസൈൻ ആൻഡ് ഡ്രോയിങ് എന്താണ്? ഓഫീസ് നേച്ചർ ഉള്ളതാണ്. പ്രൊഡക്ഷൻ യൂണിറ്റ് എന്താണ്? ഷിഫ്റ്റ് നേച്ചർ ഉള്ളതാണ്. പക്ഷേ ആ രീതിയിലുള്ള ഒരു വർക്ക് നേച്ചറുള്ള, താരതമ്യേന ഫീൽഡ് വർക്ക് കുറവുള്ള, അലവൻസുകൾ കുറവുള്ള ഒരു പോസ്റ്റ് ആയിരിക്കും ഈ ഗ്രീൻ കളറിൽ സാധാരണഗതിയിൽ കാണുന്നത്. ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയാണ്, ചില പോസ്റ്റുകൾക്ക് മാറ്റങ്ങളുണ്ട്. ഓക്കെ, യെല്ലോയിഷ് കളറിലേക്ക് വരുമ്പോൾ ഇത് ജനറൽ സർവീസ് ഉണ്ട്, വർക്ക്സ് PU പ്രൊഡക്ഷൻ യൂണിറ്റിലെ വർക്ക്സ് എന്ന് പറയുന്നുണ്ട്, കാരേജ് ആൻഡ് വാഗൺ വരുന്നുണ്ട്, ഡീസൽ ഷെഡ് വരുന്നുണ്ട്, സ്റ്റോഴ്സ് ഡിപ്പോട്ട് വരുന്നുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഓഫീസ് നേച്ചർ ഉള്ളതുകൊണ്ട്, ഷിഫ്റ്റ് നേച്ചർ ഉള്ളതുകൊണ്ട് കുറച്ച് ഫീൽഡ് വർക്കുള്ള പോസ്റ്റുകളും നമുക്ക് പ്രധാനമായിട്ടും വരുന്നുണ്ട്. ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന EMU ആൻഡ് TRS, TRD, PEWay, സിഗ്നൽ, ടെലികമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം തന്നെ ഫീൽഡ് ഡ്യൂട്ടി ഡിമാൻഡ് ചെയ്യുന്ന പോസ്റ്റുകളാണ്. അതുകൊണ്ടാണ് അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടുതൽ. ഈ ഫീൽഡ് ഡ്യൂട്ടി ഉള്ള പോസ്റ്റുകൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടുതലായിരിക്കും. നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ട്രാക്കിൽ ഇറങ്ങി നടക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാക്ക് മെഷീനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വാഹനത്തിൽ, ഈ റെയിൽവേയുടെ മെയിൻ്റനൻസിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വാഹനത്തിൽ ട്രാവൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഐസൈറ്റ് വേണം. കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാനായിട്ട് പാടില്ല. കാരണം സിഗ്നൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കളർ ബ്ലൈൻഡ്നെസ്സോ ഉള്ള ആളുകൾക്ക് സിഗ്നൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റുകളാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുന്നതാണ്. ഇതിൻ്റെ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യേന ഓഫീസ് നേച്ചറുള്ള, അധികം ഫീൽഡ് വർക്ക് ഡിമാൻഡ് ചെയ്യാത്ത പോസ്റ്റുകളാണ്. സാലറി ഇങ്ങോട്ട് പോകുന്തോറും കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ ട്രാവലിംഗ് അലവൻസ്, കിലോമീറ്റർ അലവൻസ്, യൂണിഫോം അലവൻസ്, നൈറ്റ് ഡ്യൂട്ടി അലവൻസ്, ഓവർ ടൈം അലവൻസ് തുടങ്ങിയ എല്ലാ അലവൻസുകളും കിട്ടുന്ന പോസ്റ്റുകളായിരിക്കും. സാലറി ഭയങ്കര കൂടുതലായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങോട്ട് വരുന്നതും സാലറി കുറഞ്ഞു വരാനുള്ള സാധ്യതയാണ് വരുന്നത്. പക്ഷേ ജോലിയുടെ സ്വഭാവം ഞാൻ ഈ പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഈ കാറ്റഗറി നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിഫറൻസ് കൊടുക്കുക. സപ്പോസ് നിങ്ങൾ ഒരു ഇലക്ട്രിക്കലിൻ്റെ വ്യക്തിയാണ്, നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഓഫീസ് ജോലി ആണ്, അവസാനം എനിക്ക് ഫീൽഡ് വർക്ക് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലുള്ള കാറ്റഗറി നമ്പർ വൈസ് വെച്ചിട്ട് എന്ത് ചെയ്യുക? പ്രിഫറൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പ്രിഫറൻസ് ആയിട്ട് കാറ്റഗറി നമ്പർ 1 വെക്കുക, 5 വെക്കുക, 12 വെക്കുക, 15 വെക്കുക, 16 വെക്കുക, 20 വെക്കുക. അതിനുശേഷം ഇപ്പുറത്തേക്ക് പോവുക, അതിനുശേഷം അപ്പുറത്തേക്ക് പോവുക, ആ രീതിയിൽ പോവുക. ഇനി നിങ്ങൾക്ക് സാലറിയാണ് വേണ്ടത്, നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചും വെക്കാവുന്നതാണ്. സാലറിക്കാണ് നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചും വെക്കാവുന്നതാണ്. അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച്, നിങ്ങളുടെ സാഹചര്യങ്ങളനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി ഇത് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഞാൻ ഒന്നുകൂടെ അതിനെ ചുരുക്കി കാണിക്കണമെന്നുള്ളൂ. ഓരോ തവണയും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. കുറച്ചും കൂടെ അനലിറ്റിക്കലായിട്ട്, കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഡിവിഷൻ കൊണ്ടുവന്ന് നിങ്ങളെ കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ ഓരോ വീഡിയോയിലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും എന്ത് ചെയ്യുക? അതനുസരിച്ച് ഒരു തീരുമാനം എടുത്ത് അപ്ലൈ ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്ന, അപ്ലൈ ചെയ്യുന്ന കാര്യം അത്ര എളുപ്പമുള്ളൊരു സംഭവമല്ല. നിങ്ങൾ നല്ല തീരുമാനങ്ങൾ, നല്ല ചോയ്സുകൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫ് ലോങ് മുഴുവൻ ആ ജോലിയായിട്ട് മുന്നോട്ട് പോകേണ്ട ആളുകളാണ്. അപ്പോൾ നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് വെക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന RRBയും എന്ത് ചെയ്യുക? നല്ല വയസ്സായി ആലോചിച്ച് തിരഞ്ഞെടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്കും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈ സ്ട്രീമിലുള്ള ആളുകൾക്ക് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 5 വരെയുള്ള പോസ്റ്റുകൾ, 11, 16 പോസ്റ്റുകൾ, 19, 20 പോസ്റ്റുകൾ, 21, 22, 26 ഇത്രയും കാറ്റഗറി നമ്പേഴ്സ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുകാർക്ക് അഥവാ ട്രിപ്പിളിക്കാർക്കും EC-കാർക്കും എലിജിബിൾ ആണ്.
ആ ഒരു എലിജിബിൾ ആയിട്ടുള്ള ടോട്ടൽ വേക്കൻസീസ് 141 ആണ്. അതിൽ ഓരോ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസി എത്രയാണെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാരെ സംബന്ധിച്ചിടത്തോളം 129 ആണ്. അതിൻ്റെയും പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗുകാരെ സംബന്ധിച്ചിടത്തോളം 71 ആണ് ടോട്ടൽ വേക്കൻസി. അതിൻ്റെയും ഈ പറയുന്ന പോലെ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഞാൻ ഇതിനകത്ത് 26 ഉൾപ്പെടെ, അതായത് DMS ഉൾപ്പെടെയുള്ള വേക്കൻസീസ് ആണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് സിവിലുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാറ്റഗറി നമ്പർ 26 ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ വരുന്നത് 17 12 29 വേക്കൻസീസ് ആണ്. ഈ 29 വേക്കൻസീസിലേക്ക് മത്സരിക്കുന്നത് നിങ്ങൾ മാത്രമായിരിക്കും, സിവിൽ ഡിപ്പാർട്ട്മെന്റിലുള്ള കുട്ടികൾ മാത്രമായിരിക്കും. നേരെ മറിച്ച് ഇലക്ട്രിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും മെക്കാനിക്കലുകാർക്കും ഒഴിവ് കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഈ 3 ഡിപ്പാർട്ട്മെന്റുകാരും കൂടെ ആയിരിക്കും മത്സരിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, സിവിലുകാരുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള പോസ്റ്റുകൾ, അതായത് 6 മുതൽ 10 വരെയുള്ള കാറ്റഗറി നമ്പറാണ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നത്. അതിലെ 10ാമത്തെ കാറ്റഗറിനെ കുറയ്ക്കുക. കാരണം ഇത് എന്താണ്? ഇത് ട്രാക്ക് മെഷീൻ ആണ്. ട്രാക്ക് മെഷീൻ ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, സിവിലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ 6 മുതൽ 9 വരെയുള്ള പോസ്റ്റുകളിലെ വേക്കൻസി കംപ്ലീറ്റ്ലി ആര് മാത്രമേ കോമ്പീറ്റ് ചെയ്യുള്ളൂ? അവിടെ സിവിൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ മാത്രമേ കോമ്പീറ്റ് ചെയ്യുള്ളൂ. ആ അവസരം മനസ്സിലാക്കുക. ആ കാറ്റഗറി നമ്പറിൽ എവിടെയാണോ ഒഴിവുള്ളതെന്ന് കൂടെ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി CMA-കാരുടെ അവസ്ഥ ചെന്നൈ RRBയിൽ വളരെ പരിതാപകരമാണ്. ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ CMA എവിടെയാണ് ഒഴിവ് കൂടുതലുള്ളതെന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൊൽക്കട്ടയും അതുപോലെ തന്നെ ബിലാസ്പൂരും ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഒഴിവ് വളരെ കുറവാണ്. ഇനി നമ്മുടെ അടുത്ത് കുട്ടികൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ഇൻ IT തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകാർക്ക് എത്ര ഒഴിവുകൾ കിട്ടും? നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഞാൻ ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 11 മുതൽ 16 വരെയുള്ള പോസ്റ്റുകൾ, 17 ഇവിടെ എലിജിബിൾ അല്ല, ചെന്നൈ RRBയിൽ ഇല്ല. അല്ലെങ്കിൽ 11 തൊട്ട് 17 വരെ നമുക്ക് പറയാം. 17ാമത്തെ കാറ്റഗറി നമ്പർ എവിടെയില്ല? ചെന്നൈ RRBയിൽ ഇല്ല. കൊൽക്കട്ടയിലും മറ്റ് RRBകളിലും കാണും, ചെന്നൈ RRBയിൽ ഇല്ല. അതിൽ 41 ഒഴിവാണുള്ളത് URകാർക്ക്. അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസി നോക്കുമ്പോൾ ടോട്ടൽ 94 ഒഴിവുകളാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, ഇതിനകത്ത് ഞാൻ DMS കൂടെ കൂട്ടിയിട്ടുള്ള ഒഴിവാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 26 കൂടെ കൂട്ടിയിട്ടുള്ള ഒഴിവുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഓട്ടോമൊബൈൽ, മാനുഫാക്ചറിങ്, മെക്കാട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ, മെഷീനിങ്, ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ് തുടങ്ങിയ ആളുകൾക്കുള്ള ഒഴിവുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. 54 ഒഴിവാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഇതാണ് ചെന്നൈ RRBയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ അനാലിസിസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനം എടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ വിൻഡോ എന്തായാലും ഡിസംബർ മാസം 10-ാം തീയതി വരെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള കാലാവധി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു RRB സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇതൊന്നും അറിയാതെ, നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അറിയാതെ, നിങ്ങളുടെ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസീസ് അറിയാതെ, നിങ്ങൾക്ക് എത്ര പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയാതെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ ചോയ്സുകളെ മാറ്റി കൊടുക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് ബുദ്ധിപൂർവ്വം ഈ ലോജിക്ക് യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം നന്നായിട്ട് വിനിയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ EWSന് 10 വേക്കൻസി എന്ന് പറഞ്ഞാൽ EWSകാർക്ക് ഈ 10 വേക്കൻസി മാത്രമല്ല കിട്ടുക, എന്തും കൂടെ കിട്ടും, URന്റെ വേക്കൻസി കൂടെ കിട്ടും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നമ്മുടെ ചാനലിൽ അത് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ജൂനിയർ എഞ്ചിനീയർ എക്സാം നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ, NTPC എക്സാം ആയിക്കോട്ടെ, ഗ്രൂപ്പ് D, സെക്ഷൻ കൺട്രോളർ തുടങ്ങിയ ബാച്ചുകൾ 2025 പരീക്ഷകൾ വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ നമ്മൾ ഓൾറെഡി അഡ്മിഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ അപ്ഡേറ്റ് വീഡിയോയും നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് അറിയാവുന്നതാണ് നമ്മൾ എത്രത്തോളം ക്വാളിറ്റിയിലുള്ള കണ്ടന്റാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ വരുന്ന വർഷം സ്കോറിൻ്റെ ഭാഗമായിട്ട് ജൂനിയർ എഞ്ചിനീയർ എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഒരു ഗൂഗിൾ ഫോം നമ്മൾ താഴെ കൊടുക്കുന്നുണ്ടാവും, ആ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.